ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഡേ ഇൻ മൈ ലൈഫിൽ. നമ്മൾ മൊത്തം സെൽഫി വീഡിയോസാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ രാവിലെ എണീച്ച് നമ്മളിത് ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം പുറത്ത് നമ്മൾ നട്ട ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് നടന്നു പുറത്തോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് പറയണേ. എൻ്റെ 2025 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര വിഷമത്തിലും ഡിപ്രഷനിലും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മെയ് വരെയൊക്കെ അങ്ങനെയായിരുന്നു ഏകദേശം. പിന്നെ മെയ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഡിപ്രഷൻ നമ്മൾ മറ്റാരും നമ്മളെ ചേഞ്ച് ചെയ്യാൻ വരില്ല, നമ്മളായിട്ട് തന്നെ അതിനകത്ത് നമ്മൾ പുറത്ത് വരണം. അതിന് വേണ്ടി അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ 2025 അങ്ങനെ ഒരു മെയ് ആയപ്പോൾ ഞാനത് ഇങ്ങനെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എന്നെ കുറച്ചൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങി. ഒരു ജൂൺ വരെയൊക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങ് പോവുമായിരുന്നു. അപ്പോൾ ജൂലൈ ഒക്കെ ആയപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കൊരു പേഴ്സൺ വന്നു. നമ്മുടെ റൈറ്റ് പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരാൾ. അങ്ങനെ ഞാൻ മെയ്യിൽ ജേർണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ജേർണലാണിത്. എനിക്കങ്ങനെ ക്രിയേറ്റീവായൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുത്തിക്കുറിക്കാറുണ്ട്. പക്ഷേ എനിക്കതൊരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നു. അപ്പോൾ 2025 ഞാൻ ചെയ്തൊരു നല്ല തീരുമാനമായിരുന്നു അത്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ ചോറ്, മീൻകറി, മോര്, തോരനൊക്കെ കൂട്ടി ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് അടി കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമാണ്. പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2026 പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എൻ്റെ കല്യാണമാണ്, പുതിയ ആൾക്കാർ, പുതിയ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ വൈകിട്ട് നമുക്ക് അമ്പലത്തിലും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു, അവിടെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടത്തെ ഫുഡ് നമ്മൾ അവിടെ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് കുറേ പേരൊക്കെ കാണുന്നുണ്ട്. കുറേ പേരെന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 1000+ വ്യൂസൊക്കെ ആവുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അത്രയ്ക്ക് വ്യൂസ് ഉണ്ടായിട്ടും ആരും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മൾ ഫംഗ്ഷന് അമ്പലത്തിലും ഫംഗ്ഷനൊക്കെ പോവുകയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് 2026 നിങ്ങൾ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു 2026 ഞാൻ വിഷ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഇത് നമ്മളെ കല്യാണ ലെറ്ററാണ് കേട്ടോ. ടാറ്റാ.